ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നത് നല്ല സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നാട്ടിൽ സദ്യക്കൊക്കെ കഴിക്കാൻ കിട്ടുന്ന ബോളിയാണ് ഒന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണത്. ബോളിയുടെ കൂടെ എല്ലാവർക്കും പാൽപ്പായസമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പാൽപ്പായസമാണ് വിളമ്പുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പാൽപ്പായസം ഉണ്ടാകുന്നില്ല, ബോളി മാത്രം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ബോളി നല്ല സോഫ്റ്റായിട്ടൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതൊക്കെ ഒത്തിരി ഹാർഡായിരിക്കും, അത്ര നല്ല ടേസ്റ്റും ഒന്നും കാണത്തില്ല. നമുക്ക് വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് മധുരമൊക്കെ ചേർത്തിട്ട് നല്ലമാതിരി ഉണ്ടാക്കാൻ പറ്റും. അത് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് വേണം, പഞ്ചസാര വേണം, മധുരത്തിന് മൈദ തന്നെ ചേർക്കണം. ഗോതമ്പ് മാവ് ചേർക്കാൻ പറ്റില്ല. ഗോതമ്പ് മാവ് ചേർത്ത് കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രീയൻ ഡിഷായിട്ട് മാറും, പുരൻപോളി എന്ന് പറയും. അതുകൊണ്ട് മൈദ തന്നെ ചേർത്തെങ്കിൽ നല്ല ടേസ്റ്റുള്ള പോലെയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം മഞ്ഞൾപ്പൊടി വേണ്ടി വരും കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം നെയ്യും വേണം. ഉണ്ടാക്കുന്ന സമയത്ത് ബോളിയുടെ തടവി ഉണ്ടാക്കാനാണ് നെയ്യ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മെഷർമെൻ്റ് എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ബോളിക്ക് ആവശ്യമുള്ള മൈദ ആദ്യം നമുക്ക് കുഴച്ച് തയ്യാറാക്കാം. ഞാൻ അരക്കപ്പം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് മൈദ 125 ml ആണ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. അതിലേക്ക് അല്പം ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം. ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്, അത് ചേർക്കണം. പിന്നെ അല്പം യെല്ലോ കളർ ചേർക്കുന്നുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി, പക്ഷെ ഞാൻ അല്പം യെല്ലോ കളറാണ് ചേർക്കുന്നത്. അല്പം മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കിയതാണ്. നെയ്യ് ഉരുക്കിയതും കൂടി ചേർക്കണം കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നല്ലതുമാതിരി മിക്സ് ചെയ്യാം. ഞങ്ങൾ ഇതുമാതിരി മിക്സ് ചെയ്തിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മാവ് കുഴച്ചെടുക്കണം കേട്ടോ. അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനൊക്കെ അല്പം കുഴച്ചെടുക്കുക. മൈദ നല്ലതുമായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത്, ഈ മൈദ ഒരു ബൗളിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് കുഴച്ചതിന് നിരത്തി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിൻ്റെ പുറത്തുകൂടി മേലിൽ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. മാവ് നല്ലതുമാതിരി മുങ്ങിയിരിക്കണം. ഓക്കെ, കണ്ടില്ലേ? ഇതുമാതിരി മാവ് നല്ലതുമാതിരി ഇതിനകത്തിൽ നല്ലെണ്ണയിൽ മുങ്ങിയിരിക്കണം. അങ്ങനെ നല്ലതുമാതിരി ഒഴിച്ചിട്ട് അടച്ചു വെച്ചേക്കാം കേട്ടോ. 1 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. 1 മണിക്കൂർ ഇത് അടച്ചു വെച്ചേക്കണം. അത് 1 മണിക്കൂർ ആവുന്ന സമയത്തിന് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കടലപ്പരിപ്പിൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അതിന് ഒരു അര കപ്പ് കടലപ്പരിപ്പ് എടുക്കുക. നല്ല വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്തിട്ട് പ്രഷർ കുക്കറിന് ഇട്ടിട്ട് വേവിക്കുക. പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നല്ലമാതിരി 2-3 വിസിലിട്ട് നല്ലമാതിരി വേവിച്ചെടുക്കണം കേട്ടോ. കടലപ്പരിപ്പ് നല്ലതുമാതിരി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് വേവിക്കാൻ അരക്കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരക്കപ്പിന് ഇതുപോലെ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കണം. 1.5 കപ്പ് വെള്ളം. ഓക്കെ, അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുമാതിരി വേവിച്ചെടുക്കാം കേട്ടോ. സാമ്പാറിനൊക്കെ ഞങ്ങൾ വേവിക്കത്തില്ലേ, അതിനേക്കാൾ നല്ലോണം വേവണം.
നല്ലോണം വേവിച്ച് മാറ്റി വെച്ചേക്കാം കേട്ടോ. കടലപ്പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയത്തിന് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 5-6 ഏലക്കായും കൂടി, ഇതുമാതിരി 4-5 ഏലക്കായും കൂടി ചേർത്ത് പൊടിക്കണം കേട്ടോ. പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പരിപ്പ് വേവിച്ചിട്ട്, കടലപ്പരിപ്പ് നല്ലതുമാതിരി വെന്തിട്ടുണ്ട്. അതെ, നല്ലതുമാതിരി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ഇട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ കടലപ്പരിപ്പൊക്കെ ഈ ജാറിലേക്ക് ഇട്ട് നല്ലതുമാതിരി പൊടിച്ചെടുക്കണം. ഇനി ഒരു കടായി ഗ്യാസിൽ വെച്ച് ചൂടാവുമ്പോൾ പൊടിച്ച പഞ്ചസാര കടായിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സിയിലാക്കാം. ചെറിയ തീയിൽ വേണം ചെയ്യേണ്ടത്. പഞ്ചസാര നല്ലതുമാതിരി മിക്സ് ആയിട്ടുണ്ട്, നല്ലതുമാതിരി അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കടലപ്പരിപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് അല്പമായിട്ട് ചേർക്കണം കേട്ടോ. നല്ലതുമാതിരി പെട്ടെന്ന് ഇളക്കുക. ചെറിയ തീയിൽ വേണം ചെയ്യേണ്ടത്, ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യേണ്ടത്. കടലപ്പരിപ്പും പഞ്ചസാരയും ചേർന്നിട്ടുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുമാതിരി മിക്സായിട്ട് ശരിയായി. നെയ്യാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് നെയ്യാണ് ചേർക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ബോളി ഇതേ റെഡി ആയിട്ടുണ്ട്. ബോളി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കട്ടി കുറച്ച് വേണം ബോളി പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നത്, നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അകത്തൊക്കെ നല്ല ലെയറായിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ബോളിയാണ്. അതുകൊണ്ട് അപ്പോൾ അതിനെ കട്ടി കുറച്ച് പരത്താം കേട്ടോ. മാവ് കുഴച്ച് എണ്ണയ്ക്കകത്ത് ഇടുന്നത് തന്നെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല എണ്ണയ്ക്കകത്ത് ഇട്ട് വയ്ക്കുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാം. ഈ ബോളി ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാം. മൈദ കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ 1 മണിക്കൂർ വയ്ക്കുന്ന സമയത്തിന് കടലപ്പരിപ്പും വേവിച്ച് പഞ്ചസാരയൊക്കെ പൊടിച്ച് തയ്യാറാക്കി വെച്ചിരുന്നാൽ എളുപ്പത്തിൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സദ്യ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ, ഇഷ്ടപ്പെട്ട മധുരത്തിനൊക്കെ നമുക്ക്
നല്ല സോഫ്റ്റ് ബോളി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.